പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സപാതു നഃ. ഹരിഃ ഓം. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപാം. ശ്ലോകം ചൊല്ലിയിട്ടില്ല തോന്നുന്നു അല്ലെ? ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപാം. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശ്രേയാന് ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപാം. അനേക യജ്ഞങ്ങളെ ഭഗവാൻ പറഞ്ഞുകൊണ്ടുവന്നു. അവസാനം ജ്ഞാനത്തിൽ അവസാനിപ്പിക്കുകയാണ്. യജ്ഞത്തിനെ പറയുമ്പോ തന്നെ രണ്ടു തരത്തിൽ യജ്ഞമുണ്ട്. ദൈവമേവാപരേ യജ്ഞം യോഗിനഃ പര്യുപാസതേ, ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി എന്ന് രണ്ടു തരത്തിൽ യജ്ഞത്തിനെ ആദ്യമേ പറഞ്ഞു. ബ്രഹ്മയജ്ഞത്തിനെ എല്ലാത്തിനേക്കാളും വലിയ യജ്ഞമായി ഭഗവാൻ പറഞ്ഞ് ഈ പ്രകരണത്തിനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ. എല്ലാ കർമ്മങ്ങളും അവസാനം ജ്ഞാനത്തിൽ സമാപിക്കും. ജ്ഞാനത്തിൽ എന്ന് വെച്ചാൽ ആത്മജ്ഞാനത്തിൽ സമാപിക്കും. വിഹിത കർമ്മങ്ങൾ കൊണ്ട് നിഷിദ്ധ കർമ്മങ്ങളെ നീക്കുകയും വിഹിത കർമ്മത്തിനെ കർമ്മയോഗമായി ചെയ്യുകയും കർമ്മയോഗത്തിനെ അകർമ്മമാക്കി തീർക്കുകയും അത് ജ്ഞാനമായി മാറുകയും. ഇതാണ് സമ്പ്രദായം. കർമ്മം, വേദം വിധിക്കുന്ന വിഹിത കർമ്മങ്ങൾ നമുക്ക് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടല്ല വേദം കർമ്മം വിധിക്കുന്നത്. ഭാഗവതത്തിൽ ഏകാദശത്തിൽ നവയോഗികൾ ഈ വിഷയം എടുത്തു പറയുന്നു. പരോക്ഷവാദോ വേദോയം ബാലാനാം അനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തേഹി അഗതം യഥാ. കർമ്മമോക്ഷത്തിനായിക്കൊണ്ട് വേദം കർമ്മത്തിനെ വിധിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഒരാള് വിറക് പെറുക്കാനായി കാട്ടിൽ പോയി. വിറക് പെറുക്കിക്കൊണ്ടുവരുമ്പോ വിറക് നല്ലവണ്ണം വെച്ച് ഒരു കയറുകൊണ്ട് കെട്ടിക്കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നപ്പോ കെട്ടഴിക്കാൻ വയ്യ. എന്താന്ന് വെച്ചാൽ ബലമായി മുറുക്കി കെട്ടി. ഇപ്പൊ കെട്ടഴിക്കാൻ പറ്റണില്ല. വളരെ വിഷമിച്ചു നോക്കി, കെട്ടഴിക്കാൻ വയ്യ. വിഷമിച്ചിരിക്കുമ്പോ ആ വഴിക്ക് പോകുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ അഴിച്ചു തരാം, മറ്റൊരു കയറ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വേറൊരു കയറ് കൊണ്ടുവന്ന് കെട്ടിയില്ല, മുറുക്കി. വരിഞ്ഞിട്ട് നല്ലവണ്ണം ഒന്ന് മുറുക്കിയപ്പോ പഴയ കെട്ട് ലൂസായി. അത് ഊരിയെടുത്തു. ഇതങ്ങോട്ട് വിട്ടപ്പോ കെട്ട് മുഴുവൻ അഴിയുകയും ചെയ്തു. ഇതേപോലെ കാമ്യകർമ്മം കൊണ്ട് നമ്മൾ കെട്ടിട്ട് പുറത്തു വരാൻ കഴിയാതെ വിഷമിക്കുകയാണ്. കാമ്യകർമ്മത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യം നമ്മൾ കർമ്മത്തിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റില്ല എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും അതിൽ ചെന്ന് വീഴും. നിഷിദ്ധ കർമ്മവും കാമ്യകർമ്മവും. ആദ്യം ഏറ്റവും ലോവർ സ്ട്രാറ്റാണ് നിഷിദ്ധ കർമ്മം, ചെയ്യാൻ പാടില്ലാത്ത കർമ്മം. അത് ക്രമേണ കാമ്യകർമ്മത്തിലേക്കും, കാമ്യകർമ്മത്തിനെ വിഹിത കർമ്മങ്ങൾ കൊണ്ട് എന്ന് വെച്ചാൽ വേദം വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുകയും അത് കർമ്മയോഗമായിട്ട്, കർമ്മയോഗം എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുന്നു എന്നുള്ള ഭാവമുണ്ട്, ഫലത്തിനെ ഇച്ഛിച്ച് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. ആ കർമ്മയോഗം തന്നെ അകർമ്മമായും, അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കർമ്മണി അകർമ്മയഃ പശ്യേത് അകർമ്മണിച്ച കർമ്മയാഹ. കർമ്മം തികച്ചും കർമ്മമല്ലാതായിത്തീരുന്ന ഒരു സ്ഥിതിക്ക് ഉയരുകയും ചെയ്തു കഴിയുമ്പോ ജ്ഞാനേ പരിസമാപ്യത്തെ. ആ കർമ്മം ജ്ഞാനത്തിൽ കർമ്മമല്ലാതായിട്ട് തീരും. കർമ്മത്തിനെ അകർമ്മമാക്കുന്ന ശക്തി ജ്ഞാനമാണ്. ജ്ഞാനം ഉണ്ടെങ്കിലേ കർമ്മത്തിൽ അകർമ്മത്തിനെ കാണാൻ പറ്റുള്ളൂ. ജ്ഞാനം എന്താണ്? ഞാൻ അകർത്താവാണ്, അഭോക്താവാണ് എന്നുള്ള അനുഭവമാണ് ജ്ഞാനം. അതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞു. ന മദ്വ്യാപാരാഹ ഏതേ
നിർവ്യാപാരോഹം ഉദാസീനഃ ഇത്യേവം ജ്ഞാത്വാ അസ്മാത് സമ്യക് ദർശനാത് അശുഭാത് മോക്ഷ്യസേ സംസാരബന്ധനാത് മോക്ഷ്യസേ എന്ന് ആചാര്യസ്വാമികളുടെ ഭാഷ്യം. അപ്പോ എല്ലാവിധ ബന്ധനത്തിനും കാരണം തന്നെ അറിയായ്മയാണ്. തന്നെ അറിയലാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ തന്നെ അറിയലാണ്. തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് അറിയലാണ്. അതിൽ എല്ലാം അവസാനിച്ചു. അപ്പൊ വേദത്തിന് ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരമാണ് വേദത്തിന് ലക്ഷ്യം. കർമ്മത്തിൽ നമ്മളെ കൊടുക്കുകയല്ല വേദത്തിന് ലക്ഷ്യം. ആത്മസാക്ഷാത്കാരത്തിലേക്ക് പടിപടിയായി കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് വേദത്തിന്റെ ലക്ഷ്യം. അവിടെ എത്തിയാൽ വേദം അവസാനിച്ചു. വേദാഹ അവേദാഹ, അവിടെ വേദം അവേദമായിട്ട് തീരുകയാണ്. ആർക്ക് ആത്മാനുഭവമുണ്ടോ അവന് വേദം പോലും വേണ്ട, കർമ്മകാണ്ഡവും വേണ്ട, കർമാനുഷ്ഠാനവും വേണ്ട, എല്ലാം അവനെ താനേ വിട്ടുപോയി. ശ്രീരാമകൃഷ്ണദേവൻ ഒരു ഉദാഹരണം പറയും. തേങ്ങ ചിരകിയാൽ തേങ്ങ ഒട്ടിക്കൊണ്ടിരിക്കും ചിരട്ടയിൽ. പക്ഷെ അത് തന്നെ കൊട്ടത്തേങ്ങയായാൽ താനെ വിട്ടുവന്നു. ഈ കൊട്ടത്തേങ്ങ ആവുന്ന പോലെ കർമ്മം വിട്ടുപോകുന്നതാണ്. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ, ജ്ഞാനത്തിൽ സമാപിക്കും. ഒരു ഘട്ടം എത്തുമ്പോ കർമ്മത്തിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ കാണും. അജ്ഞാനത്തിൽ നമുക്ക് ഏറ്റവും അധികം വില കർമ്മത്തിനാണ്. കർമ്മം ചെയ്യണം, നേടിയെടുക്കണം, കർമ്മം ചെയ്യണം, നേടിയെടുക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് കൃപണന്മാര് എന്ന് പറയുന്നത്. കൃപ, ഇതിൽ ഈ ഒരു ചക്രത്തിൽ പെട്ടുകിടക്കുകയാണ് നമ്മൾ. ക്രമേണ ഈ കർമ്മത്തിന്റെ ചക്രത്തിൽ നിന്നും കർമ്മത്തിൽ ശാന്തിയില്ല എന്ന് കാണും. കാരണം കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതൊക്കെ അവസാനിക്കുന്നു, എല്ലാം അവസാനിക്കുന്നു. മാത്രമല്ല അതൊരു പുതിയ ഫലത്തിനെ ഇട്ടിട്ടാണ് അവസാനിക്കുക. കർമ്മയജ്ഞങ്ങൾക്കൊക്കെ തന്നെ ആ കുഴപ്പമുണ്ട് താനും. ദ്രവ്യമയ ഹി യജ്ഞ ഫലസ്യ ആരംഭക ന ജ്ഞാനയജ്ഞ ഫലസ്യ ആരംഭക അതഃ ശ്രേയാൻ പ്രശസ്യതരഃ. ദ്രവ്യമയമായ യജ്ഞത്തിൽ ഒരു ഫലപരമ്പര തുടങ്ങും. വീണ്ടും ഫലം കർമ്മം, ഫലം കർമ്മം എന്ന് ചക്രത്തിൽ കുടുങ്ങും. ജ്ഞാനയജ്ഞത്തിൽ അതില്ല. കർമ്മയജ്ഞത്തിൽ നമ്മൾ ക്രമേണ കാണും, നമ്മൾ ചക്രത്തിൽ നിന്ന് പുറത്തു വരണില്ല, അതിനുള്ളിൽ തന്നെ കിടക്കുകയാണ്. പരീക്ഷ്യലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന. പൂർണ്ണ വസ്തു കർമ്മം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല എന്നറിയൂ. സാധനയിലും അങ്ങനെയാണ്. സാധന ചെയ്ത് അവസാനം നമ്മൾ മനസ്സിലാക്കും സാധന കൊണ്ട് ഭഗവാനെ പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കും. ഭാഗവതത്തിൽ ദാമോദര ലീലയ്ക്ക് അതാണ് വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്. ശ്രീധരാചാര്യസ്വാമികൾ ഭാഷ്യത്ത് പോലും ഉണ്ടെന്ന് തോന്നുന്നത്. അതായത് ഭഗവാനെ കെട്ടിയിടാൻ ശ്രമിക്കുകയാണല്ലോ യശോദ. അപ്പോ കയറുകൊണ്ട് വയറിൽ കെട്ടും. അതുകൊണ്ടാണ് ദാമോദരൻ എന്ന് ഭഗവാന് പേര് വന്നത്. ഉദരത്തിൽ ദാമം, കയറ് കെട്ടിയതുകൊണ്ട്. ആ കെട്ടാൻ ശ്രമിക്കുമ്പോ അവിടെ തന്നെ ഭാഗവതം പറയുന്നു, ആരെയാ ഇവൾ കെട്ടാൻ ശ്രമിക്കുന്നത്? ഈ കെട്ടിയിടാൻ ശ്രമിക്കുന്നത് സാധന കൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നതിനെ ഉപമിക്കുകയാണ്. ന അന്തർ ന ബഹിര്യസ്യ ന പൂർവം നാപിചാപരം പൂർവാപരം ബഹിശ്ചാന്തഃ ജഗതോയോ ജഗച്ഛയഃ തം മത്വാ അർഭകമാത്മാനം. ഗോപിക ഇങ്ങനെ ഉള്ളും പുറവും നിറഞ്ഞിരിക്കുന്നവനും ഉള്ളും പുറവും ഇല്ലാത്തവനുമായ പൂർണ്ണ വസ്തുവിനെ കയറുകൊണ്ട് കെട്ടിയിടാൻ ശ്രമിച്ചു. എന്നിട്ട് കെട്ടാൻ സാധിച്ചില്ല. 2 അങ്കുലം കുറവായിരിക്കുന്നു എന്നാണ് എത്ര ഉപയോഗിച്ചാലും. ആ 2 അങ്കുലം എന്താന്ന് വെച്ചാൽ ഞാൻ സാധന ചെയ്യുന്നു, ഞാൻ നേടിയെടുക്കും എന്ന് വിചാരിച്ചിരിക്കുന്നിടത്തോളം അതിങ്ങനെ വഴുത്തിപ്പോയിക്കൊണ്ടേയിരിക്കും. കർമ്മം കൊണ്ട് ബ്രഹ്മത്തിനെ പിടിക്കാനേ സാധിക്കില്ല എന്ന് ജ്ഞാനശാസ്ത്രങ്ങൾ പറയുന്നതും കൃപ കൊണ്ടേ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാകുള്ളൂ എന്ന് ഭക്തന്മാർ പറയുന്നതും ഒക്കെ ഇവിടെ യോജിക്കും. കർമ്മം സ്വയം തന്നെ ഇല്ലാതാക്കാനുള്ള ബീജം തന്നിൽ വെച്ചിട്ടുണ്ട്. ഒരു ഘട്ടമാവുമ്പോ നമുക്ക് മനസ്സിലാവും കർമ്മം കൊണ്ട് പൂർണ്ണതയെ അറിയാൻ കഴിയില്ല. അപ്പൊ എന്താവും? അത് നമ്മൾ ബുദ്ധി കൊണ്ട് അറിയലല്ല, അഹങ്കാരം തന്നെ അഹങ്കാരത്തിന്റെ ലിമിറ്റേഷൻസിനെ അറിയും.
ബുദ്ധി കൊണ്ടറിഞ്ഞാ പോരാ. ബുദ്ധി കൊണ്ടറിയുന്നതിനും ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലൂടെ അറിയുന്നതിനും വ്യത്യാസമുണ്ട്. അഹങ്കാരം തന്നെ അഹങ്കാരത്തിന്റെ ലിമിറ്റേഷൻ അറിയണം. അഹങ്കാരം പ്രയത്നിച്ച് 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 അവസാനം തലകുത്തി മറിഞ്ഞ് തന്നെ കൊണ്ടാവില്ല എന്ന് സ്വയം അകമേ അടങ്ങുമ്പോ അത് ആ പരിഭാഗത്തില് കർമ്മമൊക്കെ അവസാനിച്ചു. അവിടെ കർമ്മം അവസാനിച്ചു. കർമ്മമൊക്കെ ഉണ്ടാവുന്നത് കർത്താവുള്ളത് കൊണ്ടാണ്. ഇപ്പൊ കർത്തൃത്വത്തിന്റെ മുനമ്പ് പൊട്ടുമ്പോ ഇപ്പോ ഈ ജീവൻ ജ്ഞാനത്തിന് പരിഭാഗമായി എന്നർത്ഥം. അതുവരെ ഈ ജീവനെ കർമ്മം കൊണ്ട് വേണം പരിഭാഗപ്പെടുത്താൻ. കർമാനുഷ്ഠാനങ്ങളിലൂടെ പരിഭാഗപ്പെട്ടു വരുന്ന ജീവൻ അവസാനം സ്വയം അകമയ്ക്ക് കർമ്മത്തിനെ ഉപേക്ഷിക്കും. കർമ്മം കൊണ്ട് നേടിയെടുക്കാം എന്നുള്ള സാമർത്ഥ്യ ചിന്ത ഉപേക്ഷിക്കും. യശോദ തളർന്നിരുന്നപ്പോ ഭഗവാൻ ബന്ധമേവ കൃപയാന്വമന്യഥാ, കൃപ കൊണ്ട് ബന്ധിക്കാൻ അനുവദിച്ചു എന്നാണ്. പിടിച്ചോളൂ കൊടുത്തു. തന്റെ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം, പക്ഷെ ആ വിൽ പവർ ഉപയോഗിക്കാൻ നിവൃത്തിയില്ല. എന്താന്ന് വെച്ചാൽ കർമ്മവാസന ഉള്ളിലുള്ളത്തോളം കർമ്മം ചെയ്ത് 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 വേണം അത് ശേഷിക്കാൻ, അത് ശോഷിച്ചില്ലാതാവാൻ. അങ്ങനെ കർമ്മവാസന നീങ്ങിക്കഴിയുമ്പോ ജ്ഞാനയജ്ഞത്തിന് ഈ ജീവൻ പരിഭാഗപ്പെടുന്നു. അപ്പൊ എന്താ വേണ്ടത്? ജ്ഞാനം എവിടുന്ന് കിട്ടും? അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ആദ്യം പറഞ്ഞ് ഉപനിഷത് മന്ത്രത്തിന്റെ വ്യാഖ്യാനമാണ് ഈ രണ്ട് ശ്ലോകം. പരീക്ഷ്യലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതിനൊക്കെ, കർമ്മം കൊണ്ട് എന്തൊക്കെ നേടിയെടുക്കണോ അതൊക്കെ ക്ഷയിച്ചു പോകുന്നു എന്ന് ഒരു ഇൻസൈറ്റ് ഉണ്ടാവും. എത്ര ജോലി ചെയ്യുന്നു അതിനനുസരിച്ച് കിട്ടും. ജോലി നിർത്തി അതും നിൽക്കും. അപ്പോ നിർവേദം ഒരു സ്റ്റേജില് വൈരാഗ്യം ഉണ്ടാവുന്നു എന്നാണ്. നിർവേദം ആയാത്, നിർവേദം എന്ന് വെച്ചാൽ വൈരാഗ്യം. ഇനിമേലാൽ പുറമേ നിന്നും ഒന്നും അറിയാനില്ല. അറിഞ്ഞതിനോടും വൈരാഗ്യം വരുന്നു, അറിയാൻ പോകുന്നതിനോടും വൈരാഗ്യം വരുന്നു. ശ്രോതവ്യസ്യ ശ്രുതസ്യ ച, ശ്രുതത്തിനോടും വൈരാഗ്യം, ശ്രോതവ്യത്തിനോടും വൈരാഗ്യം. ഇനി ഒന്നും വേണ്ട. ശുദ്ധ ശോമ്പേരിത്തരം വരും ഇപ്പൊ ഉള്ള. എല്ലാ കർമ്മങ്ങളും ഉള്ളേന്ന് വിട്ടുപോകും. കർത്താവും താനാ അടങ്ങിയിടും ഉള്ള അന്ത ഒരു സ്ഥിതിയില് ഗുരുപസക്തി. ആ സ്ഥിതിയിലാണ് ഒരു ജീവന് ഒരു സദ്ഗുരു പ്രയോജനപ്പെടുക. അപ്പോ പരിപ്രശ്നേന സേവയാ ഭഗവാൻ പറയണു, ഒരു സദ്ഗുരുവിന്റെ അടുത്ത് ചെന്ന് പരിപ്രശ്നം ചെയ്യുക. പരിപ്രശ്നം എന്ന് വെച്ചാൽ ചോദിക്കുക. എങ്ങനെ വേണമോ ആ രീതിയിൽ അടുത്ത് ചെന്ന് ബഹുമാനത്തോടുകൂടെ ഭക്തിയോടുകൂടെ ചോദിക്കുക. ചോദിക്കുന്നത് എന്തിനാണ്? ഈ ചോദിക്കുന്ന ആള് തന്നെ പ്രകാശിപ്പിക്കാനാണ്. അല്ലാതെ പ്രശ്നം, സേവ ഇതിനൊന്നും ബാഹ്യമായ അർത്ഥമില്ല. ഗുരുവിന് ശിഷ്യന്റെ സേവയോ ഭക്തിയോ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഈ ശിഷ്യൻ ഗുരുവിനോടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട്, ഒരു ഭക്തി ഉണ്ടാകുമ്പോ, വിനയമുണ്ടാകുമ്പോ സഹജമായി ആ ഉപദേശിക്കുന്ന ജ്ഞാനം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരും. അതിനുവേണ്ടി ഗുരുവിന്റെ അടുത്ത് ചെന്ന് പരിപ്രശ്നം ചെയ്യുക, വീണ്ടും വീണ്ടും ചോദിച്ചു മനസ്സിലാക്കുക, സേവ ചെയ്യുക. അടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ സേവ. ഗുരു എന്നുള്ളത് തന്നെ നമ്മളെ അടക്കാനുള്ള സന്നിധിയാണ്. നമ്മൾ എവിടെ അടങ്ങുമോ ആ അടങ്ങുന്ന സന്നിധിയാണ് ഗുരു. സഹജമായി അടങ്ങുന്ന സന്നിധി.
ഈ അഹങ്കാരം കൊമ്പനാനയെ പോലെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. തമിഴിലൊരു ഒഴിവിലൊടുക്കം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അതില് പറയുന്നു, എല്ലാം ചെയ്യാം, സിദ്ധികളൊക്കെ സമ്പാദിക്കാം, ധ്യാനം ചെയ്യാം, ആകാശഗമനം, ശരീരം വിട്ട് ശരീരത്തിലേക്ക് പോവുക, എല്ലാം ചെയ്യാം. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം പരാജയം. എന്താന്ന് വെച്ചാൽ തന്നിഴപ്പൈ എന്നെ കറ്റ് സാധിപ്പൻ. ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളത് ഒന്നും സാധിക്കണില്ല. അഹങ്കാരം അതുമാത്രം പോണെങ്കില്ല. അത് ഓരോ വേഷത്തിലും ഉള്ളിൽ വീണ്ടും വീണ്ടും വന്നിരിക്കണം. അതൊരു കൊമ്പനാനയെ പോലെ നടക്കുന്നു. അതിനെ എങ്ങനെ ഇല്ലാതാക്കും? സദ്ഗുരുവാമെന്നും പെരും ചെയ്യും മതയാനൈ സ്വപ്നത്തെ തോന്റി. ഈ കൊമ്പനാന, ഒറ്റയാന കാട്ടിൽ നടക്കുമ്പോ ഒരു മൃഗത്തിനും അടങ്ങാത്ത ആ ഒറ്റയാന സിംഹത്തിനെ മാത്രം അതിന് ഭയമാണത്രേ. അതും സിംഹത്തിനെ നേരിട്ടൊന്നും കാണണ്ട, സ്വപ്നത്തിൽ കണ്ടാൽ തന്നെ ഈ ആനയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കേവലമായി തുടിപ്പറ്റു നിൽപ്പതുപോൽ. അതുപോലെ ഈ സദ്ഗുരു സാന്നിധ്യത്തിൽ, സ്മൃതിയിൽ ഈ ജീവന്റെ അഹങ്കാരം ആ ക്ഷണം തന്നെ ഇല്ലാതാവുകയാണ്. അങ്ങനെ ഒരു സാന്നിധ്യത്തിനാണ് ഗുരു എന്ന് പേര്. അല്ലാതെ വ്യക്തിയല്ല, വ്യക്തിക്കല്ല. സാന്നിധ്യമാണ് ഗുരു. ആ സാന്നിധ്യം ചിലപ്പോ അമ്പലത്തിലെ മൂർത്തി പോലും ആവാം. രമണ ഭഗവാന് അരുണാചലം തന്നെയാണ് ഗുരു. കുற்றമുറ്റ രുത്തനൈ ഗുണമായി പണിത്താൾ ഗുരുവുരുവായി ഒളിർ അരുണാചല. ഈ ശൈവ സിദ്ധാന്തത്തിൽ ശിവഭക്തന്മാരായിട്ടുള്ളവർക്കൊക്കെ ശിവൻ തന്നെ ഗുരുവാണ്. അരുണഗിരിനാഥസ്വാമികൾക്ക് മുരുകൻ തന്നെ ഗുരുവാണ്. ഗുരു എന്തിനാ? നമ്മളുടെ ഈ അഹങ്കാര വ്യാധിക്ക് ചികിത്സ ചെയ്യാനാണ്, അജ്ഞാനത്തിന് നീക്കാനാണ്. ഈ വലിയൊരു മഹാത്മാവുണ്ടായിരുന്നു, തത്വരായർ എന്ന് പേര് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ചെറിയച്ഛൻ അദ്ദേഹത്തിന് വേദാന്ത ശാസ്ത്രമൊക്കെ പഠിപ്പിച്ച ഗുരുവായിരുന്നു. ശാസ്ത്രം പഠിപ്പിച്ചു, തർക്കശാസ്ത്രം, വ്യാകരണം എല്ലാം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചെറിയച്ഛൻ വലിയ പണ്ഡിതനായിരുന്നു. നിത്യാനന്ദൻ എന്ന് പേര്, പിന്നീട് സന്യാസനാമം. ഈ തത്വരായരും അദ്ദേഹത്തിന്റെ ചെറിയച്ഛനും ശാസ്ത്രങ്ങള് രണ്ടുപേർക്കും നല്ലവണ്ണം അറിയാം. വാക്യാർത്ഥ സഭയില് അവർ വളരെ മുന്നിട്ട് നിൽക്കുന്നവരാണ്. എന്നിട്ടും മനസ്സിനൊരു ശാന്തി വരണില്ല, സമാധി ഉണ്ടാവണില്ല. അപ്പോ ഒരു ഘട്ടത്തിൽ അവർ തീരുമാനിച്ചു, നമ്മളിങ്ങനെ ശാസ്ത്ര പാണ്ഡിത്യം മാത്രം പോരാ, ഒരു സദ്ഗുരു കൃപ കൊണ്ട് നമുക്ക് മഹാവാക്യോപദേശം ഉണ്ടാകണം, ജ്ഞാനം ഉണ്ടാവണം, സാക്ഷാത്കാരം ഉണ്ടാവണം. അതിനായി നമ്മളിങ്ങനെ പാരിവ്രജ്യം, അങ്ങനെ പരിവ്രാജകന്മാരായി പുറപ്പെടാം. എവിടെങ്കിലും ഒരു ഗുരുനാഥനെ കണ്ട് എത്തുന്നവരെ ഇനി അലച്ചല് തന്നെ. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ യാത്രയാണ്. കുറേ വർഷങ്ങൾ നടന്നു. ഇവർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, രണ്ടുപേരും മഹാപണ്ഡിതന്മാരായതുകൊണ്ട് അവരുടെ പാണ്ഡിത്യത്തിനനുസരിച്ച് ഇവരെ അടക്കാൻ ഒരാളെ കിട്ടണില്ല. ആരെ കണ്ടാലും ഇവരെന്തെങ്കിലും കുറ്റം കാണും. അപ്പൊ അടങ്ങില്ല, അടങ്ങാൻ പറ്റണില്ല. ഉപദേശിക്കുന്ന ആളെക്കാളും എനിക്ക് അറിയാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അടങ്ങും? അടങ്ങാൻ പറ്റണില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ രണ്ടുപേരും തീരുമാനിച്ചു, ഇനി നമ്മൾ രണ്ടുപേരും കൂടെ നടന്നാൽ ഒരിക്കലും വി വിൽ നെവർ മീറ്റ് എ ടീച്ചർ. നമ്മളുടെ ജാതകം പ്രകാരം നമ്മൾ വേറെ വേറെ തന്നെ നടക്കണമെന്നാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങ് സ്വയം നടക്കുക, ഞാൻ വേറെ വഴിക്ക് പോവാം എന്ന് പറഞ്ഞ് തത്വരായർ ചെറിയച്ഛനെ പറഞ്ഞു വെച്ചു. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഒരു ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ആൽമരം, ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞ് വാക്കുകൊടുത്ത് രണ്ടുപേരും പിരിഞ്ഞു. തത്വരായർ അറിഞ്ഞുകൊണ്ടേയിരുന്നു, മഹാബുദ്ധിമാൻ. അതുകൊണ്ട് തന്നെ ബുദ്ധി തന്നെ അദ്ദേഹത്തിന് തടസ്സം. ആവശ്യത്തിലധികം ബുദ്ധി തന്നെ തടസ്സമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിടത്തും അദ്ദേഹത്തിന് അടങ്ങാൻ വയ്യ. ചുറ്റി ചുറ്റി അവസാനം കുറെ കാലത്തിന് ശേഷം തിരിച്ച് അതേ സ്ഥലത്ത് വരുമ്പോ അദ്ദേഹത്തിന്റെ ഇളയച്ചൻ ഏതോ ഗുരുകൃപയിൽ അറിയേണ്ടത് അറിഞ്ഞ് പരമഹംസ സന്യാസിയായി ആ ആലുമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. ഇളയച്ചനെ കണ്ട ഉടനെ തത്വരായർക്ക്
വളരെ സമാധാനമായി. അദ്ദേഹം തന്നെ ഗുരുവായിട്ട് തീർന്നു തത്വരായർക്ക്. ഗുരുവായി സ്വീകരിച്ചു. ഇളയച്ഛന്റെ മുമ്പിൽ അല്പം ഒന്ന് അടങ്ങി. എന്താന്ന് വെച്ചാൽ തന്നെ പോലെ തന്നെ പാണ്ഡിത്യമുള്ള ആളാണ്, അനുഭൂതി സമ്പന്നനുമാണ്, അതുകൊണ്ട് അടങ്ങി. പക്ഷെ എന്നാലും ഈ ബുദ്ധി ഒക്കെ നമ്മള് ചിലതൊക്കെ ഒരു പഴക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പഴക്കത്തിനെ കടക്കുക എന്നുള്ളത് വിഷമാണ്. ഈ ബുദ്ധി ചോദ്യം ചോദിച്ചും യുക്തിചിന്ത ചെയ്തും പഴക്കി കഴിഞ്ഞു, അത് അടങ്ങണില്ല. അപ്പൊ ഇളയച്ചനാണെങ്കിലും അതേ, മഹാവാക്യോപദേശം ചെയ്യുമ്പോ, വേദാന്ത ഉപദേശം ചെയ്യുമ്പോ ഇദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്തു ചോദിച്ചാലും ഇദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിക്കും, അടങ്ങില്ല, ശാന്തി ഉണ്ടാവില്ല. അവസാനം ഇളയച്ചൻ പറഞ്ഞു, ഇയാൾക്കൊരു മരുന്ന് വിധിച്ചു. എന്താന്ന് വെച്ചാൽ ബുദ്ധി കുറയ്ക്കാനുള്ള മരുന്ന്. പഴയ ചോറ് കഴിക്കുക, തലയ്ക്ക് നെല്ലിക്ക ആവണക്കെണ്ണ തളം കെട്ടാം. നെല്ലിക്കല്ല, ആവണക്കെണ്ണ തളം കെട്ടാം. ആവണക്കെണ്ണ തളം കെട്ടി ആവണക്ക് ചെടിക്ക് ചുവട്ടിൽ രാത്രി കിടന്നുറങ്ങുക. ഇതൊക്കെ ബുദ്ധി കുറയ്ക്കാനുള്ള ഏർപ്പാടാണ്. ഇങ്ങനെ ആവണക്കെണ്ണ തളം കെട്ടി ആവണക്ക് ചെടിക്ക് ചുവട്ടിൽ കിടക്കാനും ഒക്കെ ഏർപ്പാട് ചെയ്ത്, എന്നിട്ടൊന്നും രക്ഷയില്ല. ഒരു ദിവസം ചൂടോടുകൂടെ ഗുരു ശിഷ്യനും സംവാദം നടക്കുകയാണ്. ഇതാണ്, ഈ സംവാദമാണ് ഇന്നലെ പറഞ്ഞത്. അരണി ആചാര്യോ അരണിരാദ്യസ്യാദ് അന്തേവാസി ഉത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. ഗുരുവിന്റെ ജ്ഞാനവും, അതായത് ചിത്ശക്തിയും ശിഷ്യന്റെ അഹങ്കാരവും തമ്മിലുള്ള കൂട്ടിയൊരസലാണ് ഉപനിഷത്ത്. അവിടെ ഈ സംവാദത്തിൽ നല്ല ഒരു സദ്ഗുരുവിന്റെ സാന്നിധ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യും, അദ്ദേഹം ഈ എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തിയെ വിഴുങ്ങും, അഹങ്കാരത്തിനെ വിഴുങ്ങിക്കളയും. അങ്ങനെ ഒരു ഗുരു സാന്നിധ്യം കിട്ടിയിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ്. ഗുരുവിന്റെ അടുത്ത് ശണ്ട കൂടാനും വർത്തമാനം പറയാനും പരസ്പരം ചീത്ത വിളിക്കാനും. രാമകൃഷ്ണ പരമഹംസർക്കും വിവേകാനന്ദ സ്വാമികൾക്കും അങ്ങനെയായിരുന്നു സംബന്ധം. അവസാനം അടങ്ങി. ആ അടങ്ങുന്ന വരെ ഉള്ള കോൺഫ്ലിക്റ്റാണ്. ഇങ്ങനെ തത്വരായർക്കും നിത്യാനന്ദനും തമ്മിലുള്ള സംവാദം ഒരു ദിവസം തത്വരായർ പറഞ്ഞു, പോയി കടലിൽ പോയി വിഴുന്ന് ശാഖ്, കടലിൽ പോയി ചാടി മരിക്കൂ എന്ന് പറഞ്ഞു ശിഷ്യന്റെ അടുത്ത്. ഗുരു പറഞ്ഞ ഉടനെ അടുത്ത ക്ഷണം ഗുരുവിനെ നോക്കിക്കൊണ്ട് തന്നെ പുറകോട്ട് നടക്കുക. പുറകോട്ട് നടക്കുമ്പോഴാണ് രമണ ഭഗവാൻ ഈ കഥ പറയുമ്പോ, കൈവല്യ നവനീതത്തിലെ പാട്ട് ഞാനൊന്ന് പറഞ്ഞല്ലോ, ആ പാട്ട് എടുത്തു പറയും. അയ്യനേ അനന്തജന്മങ്ങൾ എനയാണ്ട മെയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി ഉയ്യവേ മുക്തി നൽകും ഉദവിക്കോർ ഉദവി നായേൻ ചെയ്യുമാറൊன்றுം കാണേൻ തിരുവടി പോറ്റി പോറ്റി. അനന്തജന്മങ്ങളായ എന്റെ ഉള്ളിലിരുന്ന് എനിക്ക് വഴികാട്ടിയ സത്യസ്വരൂപനായ സദ്ഗുരുവിനെ എനിക്ക് ജ്ഞാനോപദേശം ചെയ്യാനായി വെളിയിലൊരു രൂപം ധരിച്ച് അവിടുന്ന് വന്നു. മുക്തിക്കായി ഉപദേശം നൽകുന്ന അങ്ങയ്ക്ക് തിരിച്ച് ഞാൻ എന്ത് ചെയ്യും? ചെയ്യുമാറൊன்றுം കാണേൻ തിരുവടി പോറ്റി പോറ്റി എന്ന് പറഞ്ഞു. അത് പോകുമ്പോ, കടലിലേക്ക് ചാടാൻ പോകുമ്പോ തന്റെ കൂടെ അടുത്തുള്ള ചില ശിഷ്യന്മാരോട് ഇയാൾ പാടുന്ന പാട്ടുകളൊക്കെ എഴുതിയെടുക്കാൻ പറഞ്ഞിരുന്നു അത്രേ തത്വരായർ. ആ തത്വരായർക്ക് ആ ഗുരു ഉപദേശം പോയി ചാകുക എന്ന് പറഞ്ഞത് ഒരു ഉപദേശമായിട്ട് തീർന്നു. ക്രമേണ സ്വാനുഭൂതി പ്രകാശിച്ചു. അപ്പോഴേക്കും നിത്യാനന്ദ സ്വാമി വന്ന് പറഞ്ഞു, വരൂ, നീ ചത്തുകഴിഞ്ഞു, ഓൾറെഡി നീ ഇല്ലാതായി കഴിഞ്ഞു, നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ചിരിക്കുന്നു എന്ന് തത്വരായരെ ഗുരു ആശീർവാദം ചെയ്തു. ഒരു ഗുരു ശിഷ്യ ബന്ധം. ശിഷ്യൻ ഗുരുവിനോട് പരിപ്രശ്നം ചെയ്യുന്നത്, ചോദിക്കുന്നത്, സേവ ചെയ്യുന്നത്, നമസ്കരിക്കുന്നതും ഗുരു ശുശ്രൂഷ ചെയ്യുന്നതും ഒന്നും ഗുരുവിന് വേണ്ടിയിട്ടല്ല, ശിഷ്യന് വേണ്ടിയാണ്. യഥാർത്ഥത്തിലുള്ള ഗുരു ശുശ്രൂഷ എന്ന് പറയണത് ഗുരു പറയണത് കേൾക്കുക എന്നുള്ളതാണ്. ചിലരൊക്കെ ഗുരുവിനെ സേവ ചെയ്തിട്ട് ചിലപ്പോൾ ഗുരുവിനെ ഉപദ്രവിച്ചു കളയും. ഈ ഗീതാ വ്യാഖ്യാനത്തിൽ തന്നെ
വിദ്യാപ്രകാശാനന്ദഗിരി സ്വാമികൾ ഒരു കഥ പറയുന്നത്. ഒരു ഗുരുവിന് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ഗുരുവിന് വേണ്ട സേവയൊക്കെ ചെയ്തു കൊടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോ പുതിയൊരു ശിഷ്യൻ വന്നു. അയാൾ പറഞ്ഞു, ഞാനും കൂടെ സേവ ചെയ്യും. രണ്ടുപേർക്കും കണ്ടാലാവില്ല. അപ്പൊ ഗുരു വലത് കാല് പഴയ ശിഷ്യനും ഇടത് കാല് പുതിയ ശിഷ്യനും കൊടുത്തു. രണ്ടുപേരും കൂടെ കാല് മസാജ് ചെയ്യാൻ തുടങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും. ഒരു ദിവസം പഴയ ശിഷ്യൻ അറിയാതെ ഗുരുവിന്റെ ഇടത് കാല് തൊട്ടുപോയി. അപ്പൊ പുതിയ ശിഷ്യന് ദേഷ്യം വന്നു. എന്റെ കാല് തുടരുത്. അപ്പൊ നോ മോർ ഈസ് ഇറ്റ് ഗുരുസ് കാൽ, എന്റെ കാല് തുടരുത്. പഴയ ശിഷ്യൻ പറഞ്ഞു, ഞാനിവിടെ എത്ര കാലമായിരിക്കുന്നു, തൊടും, നീ എന്ത് ചെയ്യും? വീണ്ടും ഒന്ന് തൊട്ടു. അപ്പൊ പുതിയ ശിഷ്യൻ അടുത്തിരിക്കുന്ന ഒരു ചപ്പാത്തി കുഴവി എടുത്ത് ഗുരുവിന്റെ, ശിഷ്യന്റെ അല്ല, ഗുരുവിന്റെ വലത് കാലിലേക്കൊന്ന് കൊടുത്തു. മറ്റേയാളും വിട്ടില്ല. അവിടെ കൈ കിട്ടിയിരിക്കണ എന്തോ ഒന്ന് എടുത്ത് ഇടത് കാലിലും ഒന്ന് കൊടുത്തു. ഗുരു എന്താ സംഭവിക്കണമെന്ന് അറിയണതിന് മുമ്പ് വേദന കൊണ്ട് പൊളഞ്ഞു. എണീറ്റ് നിങ്ങൾ എന്താ ചെയ്യണം? ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് കാര്യമാണ്, നിങ്ങൾ ഇടപെടണ്ടെന്ന്. ഇങ്ങനെ ഗുരുഭക്തിയായ എങ്ങനെയാ? പരമ്പരയിൽ, സമ്പ്രദായത്തിൽ മഹാവാക്യോപദേശം ചെയ്യാനാണ് ഗുരു. അവിടെ ചെന്ന് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. ഭാഗവതത്തിൽ നിങ്ങൾക്ക് നിറയെ കാണാം. പലരും ഒരു സദ്ഗുരുവിനെ എങ്ങനെ സമീപിക്കുന്നു. വിദുരനടുത്ത് ഉദ്ധവർ പറയുന്നു, ചെന്ന് ഹരിദ്വാരത്തിൽ ചെല്ലുക. അവിടെ മൈത്രേയ മഹർഷി ഇരിക്കുന്നു. അദ്ദേഹത്തിനടുത്ത് ചെന്ന് പരിപ്രശ്നം ചെയ്യൂ, സേവ ചെയ്യൂ. വിദുരൻ നേരെ ഹരിദ്വാരത്തിലേക്ക് ചെല്ലുകയാണ്. ദ്വാരിദ്വിനദ്യാ ഋഷഭക്കുരൂണാം മൈത്രേയം ആസീനമഗാധബോധം ക്ഷത്തോപസൃത്യാച്യുതഭാവശുദ്ധ പപ്രച്ഛ സൗശീല്യ ഗുണാഭിതൃപ്ത. ശിഷ്യന്റെ സൗശീല്യ ഗുണാഭിതൃപ്ത. ശിഷ്യന് എന്തൊക്കെ ഗുണം വേണമോ, എങ്ങനെയുള്ള ശീലം വേണമോ, എങ്ങനെയുള്ള വിനയം വേണമോ, ആ വിനയത്തോടുകൂടെ ചെന്ന് നമസ്കരിച്ച് ചോദിക്കുമ്പോ അതുകൊണ്ട് സംതൃപ്തനായ ഗുരു പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് മൈത്രേയ വിദുര സംവാദം ആരംഭിക്കുന്നത്. ഇതാണ് ഒരു സദ്ഗുരുവിനെ സമീപിക്കേണ്ട രീതി. അങ്ങനെ സമീപിക്കുമ്പോ ഉപദേക്ഷ്യന്തിത്തെ ജ്ഞാനം. ആ ഗുരുക്കന്മാർ അവരെന്താണോ ഉപദേശിക്കുന്നത്, തേ ജ്ഞാനം ഉപദേക്ഷ്യന്തി, നിനക്ക് ജ്ഞാനത്തിനെ ഉപദേശിക്കും. ജ്ഞാനം എന്താണ്? നീ ഏതൊരു സത്യത്തിനെ അന്വേഷിക്കുന്നു, ആ സത്യം നിന്നിൽ തന്നെ ഉണ്ട്, അറിയുക. ഈ ദേഹം നീയല്ല. ഈ ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോ ഗുരുവിനെ ശരീരമെന്നും തന്നെ ശരീരമെന്നും കരുതിക്കൊണ്ട് അജ്ഞാനത്തോടുകൂടിയാണ് ചെല്ലുന്നത്. സദ്ഗുരുവിന്റെ ഉപദേശത്തിന്റെ രീതിയോ, നീ ഈ ദേഹമല്ല, ഈ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം മുതലായ ഉപാധികളൊന്നും നീയല്ല. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്തു നോക്കുക. ദേഹമോ മനസ്സോ അഹങ്കാരമോ ബുദ്ധിയോ ഒന്നും തന്നെ അല്ലാത്ത ഏതൊരു വസ്തുവാണോ തന്റെ ഉള്ളിലുള്ളത് അതിനെ കണ്ടെത്തുക എന്ന് ഉപദേശിക്കുന്നവൻ, സൂചിപ്പിക്കുന്നവനാണ് ഗുരു. ആചാര്യസ്വാമികൾ മനീഷാപഞ്ചകം എന്ന 5 ശ്ലോകം ഗുരുതത്വമാണ് പറയണത്. അല്ലാതെ ചണ്ടാളനും ബ്രാഹ്മണനും തമ്മിലുള്ള സംവാദമൊന്നുമല്ല. ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം? ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാം യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണീ സൈവാഹം നച ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ടാളോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ അവൻ ഗുരുവാണ്. ആരാണ് ഗുരു എന്ന് വെച്ചാൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി. ജാഗ്രത അവസ്ഥയിൽ ശരീരമുണ്ട്, മനസ്സ് പ്രവർത്തിക്കുന്നു, ഞാനുണ്ട്. സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു, ഞാനുണ്ട്. സുഷുപ്തി അവസ്ഥയിൽ ശരീരവുമില്ല, മനസ്സും പ്രവർത്തിക്കുന്നില്ല, വ്യക്തി അഹങ്കാര രൂപത്തിലുള്ള ഞാനുമില്ല, പക്ഷെ ഞാനുണ്ട്, അസ്തിത്വം ഉണ്ട്.
അപ്പൊ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറാതെ ഇരിക്കുന്ന ഏതൊരു അവബോധമുണ്ടോ ആ അവബോധത്തിനെ താനെന്ന് അറിയുകയും ആ ബോധത്തിൽ സദാ ഐക്യാനുഭവത്തോടുകൂടെ ഇരിക്കുകയും ആ ബോധമാണ് നീ എന്ന് ഉപദേശിച്ച ആ ബോധത്തിനെ ശ്രുതി യുക്തി സ്വാനുഭവങ്ങളിലൂടെ പ്രകാശിപ്പിക്കാൻ കരുത്തുണ്ടായിരിക്കുകയും ചെയ്യുന്ന ആളെയാണ് ദേശികൻ എന്ന് പറയേണ്ടത്. അവൻ ചണ്ടാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ. ഒരുപക്ഷെ ബ്രാഹ്മണ അഗ്രഹാരങ്ങളിൽ അങ്ങനെ ഒരു സത്യദർശിയെ കണ്ടില്ലെങ്കിൽ, ഒരുപക്ഷെ കാശി പോലെയുള്ള ഒരു പട്ടണത്തിൽ അങ്ങനെയുള്ള സത്യദർശിയെ കണ്ടില്ലെങ്കിൽ, ദിവ്യക്ഷേത്രങ്ങളിൽ അങ്ങനെ ഒരു സത്യദർശിയെ കണ്ടില്ലെങ്കിൽ, ഒരുപക്ഷെ ചണ്ടാളത്തെരുവിലെ അങ്ങനെ ഒരു സത്യദർശി ഉള്ളുവെങ്കിൽ ഭിക്ഷാപാത്രവും ഏന്തി ആ ചണ്ടാളത്തെരുവിൽ പോയി അയാളുടെ അടുത്ത് നിന്നും സത്യം അറിയുക രാമ എന്ന് വാസിഷ്ഠത്തിൽ പറയുന്നുണ്ട്. വരം ശരാവഹസ്തസ്യ ചണ്ടാളാകാര വീതിഷു ഭിക്ഷാർത്ഥമടനം രാമ ന മൗർഖ്യഹത ജീവിതം. മൂർഖനായിട്ട് ഇരിക്കരുത്, ചണ്ടാള വീതിയിൽ ചെന്നിട്ട് ഭിക്ഷാപാത്രവുമായി ചേർന്ന് സത്യം അറിയാം, അജ്ഞാനിയായിരിക്കരുത് എന്ന്. അപ്പൊ അങ്ങനെ ഒരു സദ്ഗുരു, ഒരു ജ്ഞാനദേശികൻ, ആ ജ്ഞാനദേശികനിൽ നിന്നും സത്യത്തിനെ ചോദിക്കുമ്പോ ഗുരു താൻ ഏതൊരു സത്യത്തിനെ കണ്ടിട്ടുണ്ടോ ആ സത്യത്തിനെ ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നു. ആ സത്യത്തിൽ താൻ ഇരിക്കുന്ന അതേ സ്ഥിതിയിൽ ശിഷ്യനെയും ഇരുത്തുന്നു. ചിന്താമണി എന്നൊരു രത്നമുണ്ട്, അതുകൊണ്ട് എന്തിനെ തൊട്ടാലും അത് സ്വർണമാവും. സദ്ഗുരു ചിന്താമണിയാണ് എന്ന് ചില ശാസ്ത്രങ്ങളൊക്കെ പറയണു. കബീർ ഒരിടത്ത് പറയുന്നു, ചിന്താമണിയും ഇരുമ്പും സമ്പർക്കത്തിൽ വന്നാൽ, ചിന്താമണിയും ലോഹവും സമ്പർക്കത്തിൽ വന്നാൽ ലോഹം സ്വർണമാവും. അങ്ങനെ സ്വർണമായിട്ടില്ലെങ്കിൽ ഒന്നിലത് ചിന്താമണിയല്ല, അല്ലെങ്കിൽ അത് ലോഹമല്ല. അതുപോലെ ഒരു ജ്ഞാനിയും ഒരു പക്വയായ ഒരു ഭക്തൻ ശിഷ്യനും സമ്പർക്കത്തിൽ വരുമ്പോ ഈ ജീവന് ജ്ഞാനം ഉണ്ടാവണം. ഉണ്ടായിട്ടില്ലെങ്കിൽ ഒന്നിൽ ഇയാളിൽ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഗുരു സത്യദർശിയല്ല, നടുവിൽ എന്തോ കുഴപ്പമുണ്ട്. ആചാര്യസ്വാമികൾ പറയുന്നത് സദ്ഗുരുവിനെ ചിന്താമണിയോട് ഉപമിക്കാൻ പാടില്ല. കാരണം ചിന്താമണി തൊടുന്ന വസ്തുവിനെ സ്വർണമേ ആക്കുള്ളൂ, ചിന്താമണിയാക്കില്ല. പക്ഷെ ഒരു ഗുരു സ്വീയം സാമ്യം വിധത്തെ തന്നെ പോലെ തന്നെ ആക്കി തീർക്കുന്നു. താൻ വേറെ ശിഷ്യൻ വേറെ എന്നുള്ള ഭാവമില്ല. ശിഷ്യൻ വേറെ താൻ വേറെ എന്നുള്ള ഭാവമില്ലാതെ ശിഷ്യനെ യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ നീ എന്റെ കൂടെ ഇരിക്കൂ, എനിക്ക് സേവ ചെയ്യൂ, ഞാൻ പറയണതൊക്കെ കേൾക്കൂ എന്ന് യാതൊരാൾ പറയുന്നു, അവിടെ സൂക്ഷിച്ചോളണം. യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ, ഒരാളെയും അടിമയാക്കാൻ ആശിക്കാതെ, ഒരാളും തന്റെ പുറകെ നടക്കണം, തനിക്ക് ഫോളോവർ ആയിട്ട് അനുയായിയായിട്ടിരിക്കണമെന്ന് ആശിക്കാതെ, കേവലം ഹിതചിന്തയോടുകൂടെ താനിരിക്കുന്ന അതേ സ്ഥിതി എല്ലാവരും അനുഭവിക്കണമെന്നൊരു കാരുണ്യം എവിടെ ഉണ്ടോ അവിടെ ജ്ഞാനം വളരെ എളുപ്പത്തിൽ പ്രകാശിക്കും. അങ്ങനെ കാംക്ഷിക്കുന്നവരാണ് ഗുരുക്കന്മാർ. രാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്തിൽ താൻ കണ്ട സത്യം എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചു അത്രേ. തായ്മാനവസ്വാമികൾ ഒരു പാട്ടില് അങ്ങനെ കരഞ്ഞു കൂവി വിളിക്കുന്നുണ്ട്. കാക്ക വിളിക്കണ പോലെ ഞാൻ വിളിക്കണു എന്ന് പറയുന്നുണ്ട്. കാകം ഉറവ് കലന്ത് ഉണ്ണ കണ്ടീർ അഖണ്ഡാകാര ശിവഭോഗം എനും പേരിൻപ വെള്ളം പൊങ്കിത്തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ ഇനി എടുത്ത ദേഹം വിഴുമുൻ ഭുജിപ്പതർക്ക് ചേരവാറും ജഗത്തീരെ. ജഗത്തിലുള്ളവരൊക്കെ വരിക എന്നാണ്. എന്തിനാ വരണത് എന്ന് വെച്ചാൽ, കാകം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടീർ. കാക്കയ്ക്ക് ഇത്തിരി ചോറ് കൊടുത്താൽ കാക്ക നാട്ടിലുള്ള കാക്കകളെയൊക്കെ വരൂ 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 എന്ന് പറഞ്ഞ് വിളിക്കും. എല്ലാ കാക്കകളെയും വിളിക്കും. എനിക്ക് കിട്ടിയിരിക്കുന്നത് ചോറല്ല, അഖണ്ഡാകാര ശിവഭോഗം എനും പേരിൻപ വെള്ളം. അഖണ്ഡാകാരമായ ശിവാനുഭവം പൊങ്കിത്തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ. ഏക ഉരുവായി രണ്ടില്ലാതെ അഖണ്ഡാകാരമായ ആനന്ദം എന്റെ ഉള്ളിൽ പൊങ്ങി വഴിയുമ്പോ ഞാൻ എങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വരൂ ജഗത്തീരെ ശേരവാറും. ഈ ശരീരം വീഴുന്നതിന് മുമ്പ് ഇത് അനുഭവിക്കണം. ഈ ശരീരം വീണുപോകുന്നതിന് മുമ്പ് ശാശ്വതമായ വസ്തുവിനെ പിടിക്കണം.
ശരീരത്തിനെ കളയുന്നതിന് മുമ്പ് ആ ആനന്ദം അനുഭവിക്കണം. അതുകൊണ്ട് ഒരു ജാതിയിലോ ഒരു മതത്തിലോ പെട്ടവരല്ല ജഗത്തിലുള്ളവരൊക്കെ വരിക എന്നാണ്. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ ആയേ ധാമാനി ദിവ്യാനി തസ്ഥോ. ശ്രുതി പറയും, ഉപനിഷത്ത് പറയും. ഉപനിഷത്തില് ഋഷി പറയുന്നു, അമൃതസ്യ പുത്രാഹ, അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളെ വരൂ എന്നാണ്. ഇവിടെ ഉള്ളവര് മാത്രമല്ല ദേവലോകത്തിലുള്ളവരും വരിക ഈ സത്യം അറിയാനായി, അനുഭവിക്കാനായി. അത്രയും കാരുണ്യത്തോടുകൂടെ ഇരിക്കുന്ന അഹൈതുക കൃപാസിന്ധു. അങ്ങനെയുള്ള ഒരു ആചാര്യനെ സമീപിച്ച് തദ്വിദ്ധി, ആ സത്യത്തിനെ അറിയുക. വേറെ ഒന്നും അറിയാൻ വേണ്ടിയല്ല ഗുരു, ഫാഷന് വേണ്ടിയല്ല ഗുരു. ചിലർക്ക് ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ട്, ഫാഷന് ഏതെങ്കിലും ഒരു ഗുരു വേണം. ഞങ്ങൾ ഇന്ന ഗുരുവാണ്, ഇവിടുന്ന് മന്ത്രദീക്ഷ എടുത്തിട്ടുണ്ട്. ഗുരുവിനും ഫാഷന് കുറെ ശിഷ്യന്മാര് വേണം. രാമകൃഷ്ണാശ്രമത്തിലുള്ള ഒരു സ്വാമിജി, നിസ്വാൻ സ്വാമി, അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലും ഇടയ്ക്ക്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഗുരവോ ബഹവസന്തി. ഗുരു എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ ശിഷ്യവിത്തായിരിക്കണം അത്ര. ശിഷ്യനെ നല്ലവണ്ണം അറിയുന്ന ആളായിരിക്കണം. പിന്നെയോ ശിഷ്യ താപഹാരിയായിരിക്കണം. ശിഷ്യന്റെ സംസാര താപത്തിനെ അപഹരിക്കുന്നവനായിരിക്കും. ശരിയായ ഗുരു അങ്ങനെയാണ്. ശിഷ്യനെ നല്ലവണ്ണം അറിയണം, ശിഷ്യവിത്. ശിഷ്യന്റെ അജ്ഞാനത്തിനെ താപത്രയോന്മൂലനം ചെയ്യുന്ന ആളായിരിക്കണം, താപഹാരി. ഇത് രണ്ടും കൂടെ ചേർത്തിയാ എന്താവും? ശിഷ്യവിത് താപഹാരി ചേർത്തിയ ശിഷ്യ വിത്താപഹാരി. വിത്തം എന്ന് വെച്ചാ പണം. ഗുരവോ ബഹവസ്സന്തി ശിഷ്യ വിത്താപഹാരിണ തമേകം ശങ്കരം വന്ദേ ശിഷ്യ സന്താപഹാരിണം. ശിഷ്യന്റെ സന്താപം, അജ്ഞാനത്തിനെ, സാംസാരിക ദുഃഖത്തിനെ നീക്കുക എന്നുള്ളതാണ് ഒരു ആചാര്യന്റെ കടമ. താപത്രയ ഉന്മൂലനം. ആ താപത്രയ ഉന്മൂലനം ചെയ്യണമെങ്കിൽ എല്ലാ താപങ്ങൾക്കും മൂലം ജീവബോധമാണ്, ജീവഭാവമാണ്. താനൊരു ജീവനാണ് എന്നുള്ള കൽപ്പനയിലാണ് എല്ലാ ദുഃഖങ്ങളും ഇരിക്കുന്നത്. ഞാനൊരു ജീവനാണെന്നും ചിതാഭാസനെ സത്യമെന്ന് കരുതുന്നവരെ ശാന്തി ഉണ്ടാവില്ല. ഈ ചിതാഭാസൻ മാത്രമാണെന്നും അത് വാസ്തവമല്ലെന്നും. ആകാശത്തിൽ സൂര്യനുണ്ട്, ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചു, ആ വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിച്ച് കാണുന്നു. ആ വെള്ളത്തിൽ എന്ത് കളറുണ്ടോ ആ കളറൊക്കെ സൂര്യനിൽ കാണും. വെള്ളം ഇളകിയാൽ സൂര്യൻ ഇളകും, വെള്ളം ചളിയായാൽ സൂര്യൻ ചളിയാവും. പക്ഷെ ഇതൊന്നും ആകാശത്തിലെ സൂര്യനെ ബാധിക്കുന്നില്ല. ഈ ബക്കറ്റിലെ സൂര്യനെ ഇളകാതെ വെക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പരിശ്രമിച്ചാലും അത് ഇളകും. ആ വെള്ളം ഉള്ളത്തോളം കാലം അത് കുഴപ്പമുണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ള ആള് ബക്കറ്റിനെയും വെള്ളത്തിനെയും അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യനെയും അപ്പാടെ ഉപേക്ഷിച്ച് ആകാശത്തിലുള്ള സൂര്യനെ കാണണം. ഘടം ജലം തത്കദം അർക്കബിംബം വിഹായ സർവം വിനിരീക്ഷ്യതേഹി അർക്ക എന്നാണ്. അതുപോലെ ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സ്, ആ മനസ്സിലുള്ള വികാരങ്ങൾ, ആ വികാരത്തിൽ പ്രതിബിംബിക്കുന്ന ഞാൻ എന്ന കൊച്ചു ചിതാഭാസൻ അഹങ്കാരം, ഇതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സാക്ഷിയായി നിൽക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്യത്തിനെ, പൂർണ്ണ വസ്തുവിനെ, അതുമാത്രമാണ് സത്യം എന്ന് സ്വീകരിക്കണം. അതേ ഉള്ളൂ ഈ ചിതാഭാസൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും വാസ്തവമല്ല. സ്വപ്നത്തിൽ ഞാൻ രാജാവാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും, സ്വപ്നത്തിൽ രാജാവാണെങ്കിലും ജാഗ്രതത്തിൽ എഴുന്നേറ്റിട്ട് സ്വപ്നത്തിലെ രാജാവാണ് ഞാൻ എന്ന് പറഞ്ഞ് രാജ്യം അന്വേഷിച്ചു പോവില്ലല്ലോ. അതേപോലെയാണ് ഇപ്പോ ഉള്ള ഈ വ്യക്തിത്വവും, ഈ ശരീരവും ഇത് സംബന്ധമായ വ്യക്തിത്വവും ദീർഘസ്വപ്നം, കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന സ്വപ്നം, അത്രയേ ഉള്ളൂ. കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, നടുവിൽ കാണുന്നു. ഇത് വാസ്തവമല്ല. ഇതിനു പുറകിൽ ഒരു കളങ്കവും ഏൽക്കാത്തതും എപ്പോഴും ഏകരൂപമായിട്ടുള്ളതും കേവല ചിത്സ്വരൂപമായിട്ടുള്ളതുമായ ഒരു ബോധമുണ്ട്. ആ ബോധമാണ് നീ എന്ന് ബോധിപ്പിക്കാനാണ് ആചാര്യൻ. ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ആചാര്യൻ ബോധം വരുത്തുവാനുള്ള ആളാണ്. ആ ബോധം ഉള്ളിലുണ്ടായാൽ, ഗുരുകൃപ കൊണ്ട് ആ ബോധം ഉള്ളിൽ ഉദിച്ചാൽ, പിന്നെ വീണ്ടും താൻ ഈ ശരീരമാണെന്നോ മനസ്സാണെന്നോ
അല്പമായ അജ്ഞാനമാണെന്നോ ഉള്ള ഭ്രമം ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഒന്നും കാണാനോ അറിയാനോ ഉള്ള കൊതിയും ഉണ്ടാവില്ല. ജിജ്ഞാസ ശമിക്കും, പ്രാപിക്കാനുള്ള ഇച്ഛ ശമിക്കും, എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചികീർഷ ശമിക്കും, എന്തെങ്കിലും തന്നിൽ നിന്ന് ഉപേക്ഷിക്കാനുണ്ട് എന്നുള്ള ജിഹാസ ശമിക്കും, ഭയം ശമിക്കും, വികല്പം ശമിക്കും, ദ്വൈതം ശമിക്കും എന്നൊക്കെ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ 8 വിഷയങ്ങളെ എടുത്തു പറഞ്ഞു. 8 വിഷയങ്ങൾ ഗുരുപദേശം കൊണ്ട് ശമിച്ചു കിട്ടും, ശ്രുതിജ്ഞാനം കൊണ്ട് ശമിച്ചു കിട്ടും. പക്ഷേ ഈ ജീവൻ പക്വമാവണം. നല്ല പക്വമാണെങ്കിൽ ഉപദേശം കൊണ്ട് ഈ കാര്യമൊക്കെ നടന്നു പോകും. എങ്ങനെ പക്വമാകും എന്ന് ചോദിക്കുമ്പോഴാണ് കർമ്മത്തിലാണ് പക്വത വരേണ്ടത്. കർമ്മം കർമ്മയോഗമായി ചെയ്ത് നിഷ്കാമ്യമായി കർമ്മം ചെയ്യാൻ നിസ്വാർത്ഥതയാണ് ആദ്യത്തെ പടി. ആ നിസ്വാർത്ഥത ശീലിക്കുകയാണ് കർമ്മയോഗം കൊണ്ട്. ആ കർമ്മയോഗം കൊണ്ട് പരിഭാഗപ്പെട്ട ആള് ജ്ഞാനയോഗത്തിന് തയ്യാറായി, ജ്ഞാനോപദേശത്തിനായി ഒരു സദ്ഗുരുവിനെ സമീപിക്കുന്നു. ഗുരുവിനെ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ അത് നമ്മൾ പക്വമായാൽ ഭഗവാൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞയക്കും. നമ്മൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പക്വമായാൽ, നമുക്ക് ജ്ഞാനോപദേശത്തിനുള്ള പക്വത വന്നാൽ ആരും ഗുരുവാവാം. വസിഷ്ഠൻ പറയണു, ശിഷ്യന്റെ പക്വതയാണ് കാര്യം. ജ്ഞപ്തേസ്തു കാരണം നൂനം ശിഷ്യപ്രജ്ഞൈവ കേവല ഉപദേശക്രമോ രാമ വ്യവസ്ഥാമാത്ര പാലനം. ഉപദേശിക്കുക എന്നുള്ളതൊക്കെ വ്യവസ്ഥ പാലിക്കാനാണ്. ശിഷ്യൻ നല്ല പക്വമാണെങ്കിൽ ഒരേ ഒരു വാക്ക് ഉപദേശിച്ചാൽ മതി, അറിയേണ്ടത് അറിയും. കേൾക്കേണ്ട ക്ഷണത്തിൽ കേൾക്കുമ്പോ തന്നെ ആ ക്ഷണം തന്നെ താൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല എന്നും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ബ്രഹ്മമാണെന്നും ശാശ്വതമായ സത്യമാണെന്നും സർവവ്യാപിയായ വസ്തുവാണെന്നും യാതൊരു ബന്ധവും കളങ്കവും തനിക്കില്ലെന്നും ദേശികോക്തിയാ ശിവോഹം എന്ന അനുഭവം ഉണ്ടാവും. അഹങ്കാരം കൊണ്ടല്ല, ദേശികോക്തിയാ ശിവോഹം, ആചാര്യവചനം കൊണ്ട്, വചനബലം കൊണ്ട് ഇയാൾക്ക് ശിവോഹം എന്ന അനുഭവം ഉണ്ടാവും. അതിനായിട്ടാണ് ജ്ഞാനികളെ പ്രശ്രയേണ ആവർജിതാഹ ആചാര്യാഹ ഉപദേക്ഷ്യന്തി കഥയിഷ്യന്തി തേ ജ്ഞാനം യഥോക്ത വിശേഷണം. ജ്ഞാനിനഃ ജ്ഞാനവന്തോപി കേചിത് യഥാവത് തത്വദർശനശീലാഹ അപരേ ന അതഃ വിശിനഷ്ടി തത്വദർശിനഃ ഇതി ഏ സമ്യക് ദർശിനഃ തൈഹി ഉപദിഷ്ടം ജ്ഞാനം കാര്യക്ഷമം ഭവതി. ആരാണോ സമ്യക് ദർശികളായിട്ടുള്ളത്, സമ്യക് ദർശനം എന്ന് വെച്ചാൽ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, യാതൊരു സംശയവുമില്ലാതെ ഉപനിഷത്ത് പറഞ്ഞതല്ലാതെ ഒന്നും പറയാൻ പാടില്ല. ഇതിന് ചില അളവുകോലുകളൊക്കെ ഉണ്ട്. ഗുരു എന്ന് പറഞ്ഞ് നമ്മൾക്ക് ചില കുഴപ്പമുണ്ടാവും. എന്താ കുഴപ്പം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഗുരുവിനെയൊക്കെ നോക്കുന്നത് ബാഹ്യമായിട്ടാണ്. അയാൾക്ക് കണ്ണെങ്ങനെയുണ്ട്, അയാൾക്ക് താടി എത്രയുണ്ട്, തലമുടി എത്രയുണ്ട്, ഏത് ആശ്രമം, ഏത് സമ്പ്രദായം, ഇങ്ങനെയൊക്കെ അന്വേഷിച്ചു പോകണ്ട. ഗുരുവിന് ലക്ഷണം, ഗുരുവിന്റെ അനുഭവവും ഉപനിഷത്തുകൾ പറയുന്ന അനുഭവവും ഒന്നായിരിക്കണം. അതല്ലാതെ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചുവെന്നും പുതിയതായി എന്തെങ്കിലുമൊക്കെ കണ്ടുവെന്നും ഇതുവരെ ആരും കണ്ടെത്താത്തതാണെന്നും ഒക്കെ സത്യത്തിൽ എന്താണ് ആചാര്യസ്വാമികളുടെ വാക്കിൽ പറഞ്ഞാൽ അശ്രുതകൽപ്പനാം ശ്രുതഹാനിം അശ്രുതകൽപ്പനാം ച കുർവന്. ഇത്ര കാലം പഠിച്ചു വന്ന ആ പരമ്പരയിൽ ട്രൂത്ത് ക്യാൻ നെവർ ബി ന്യൂ, ഇറ്റ് ക്യാൻ ബി ഫ്രഷ്, ഇറ്റ് ക്യാൻ നെവർ ബി ന്യൂ. സത്യം ഒരിക്കലും പുതിയതാവാൻ പറ്റില്ല, ഒരേ സത്യമാണ്. പക്ഷെ ഓരോരിക്കലും സത്യത്തിനെ ദർശിക്കുമ്പോൾ അവർക്കത് ഫ്രഷ് ആയിരിക്കും, പുതിയതായിട്ടിരിക്കും. നവോ നവോ ഭവതി ജായമാനഃ. ഓരോരിക്കലും പുതിയതായിരിക്കും അനുഭവിക്കുമ്പോൾ. പക്ഷെ അതേ വാക്കുകളാണ്. പരമ്പരയായിട്ട് ഋഷികൾ കണ്ടിട്ടുള്ള അതേ ദർശനത്തിനെ വീണ്ടും വേദാഹം ഏതം പുരുഷം മഹാന്തം എന്നു പറയുന്ന ഒരു ആചാര്യനിൽ നിന്നും ശ്രുതി, യുക്തി, സ്വാനുഭവം. ആദ്യം ശ്രുതിക്കാണ് പ്രമാണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പലരും പലതും പറയും. ഞാൻ അനുഭവിച്ചു, ഉള്ളിൽ ഒരു ജ്യോതി കണ്ടു, അതാണ്. ഞാൻ അനുഭവിച്ചു, ആകാശത്തിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു പ്രത്യേക രൂപം കണ്ടു, ശിവനെ കണ്ടു, വിഷ്ണുവിനെ കണ്ടു, ഗണപതിയെ കണ്ടു, മുരുകനെ കണ്ടു.
അവര് കണ്ടതൊക്കെ സത്യമായിരിക്കാം, പക്ഷെ ആ കണ്ടതൊക്കെ അല്പദർശനം മാത്രമാണ്. പൂർണ്ണമായ അനുഭവം ഉണ്ടാവണമെങ്കിൽ സമ്പ്രദായത്തിലുള്ള ഒരു ആചാര്യനായിരിക്കണം. അയാൾക്ക് എല്ലാത്തിനെയും, ഒന്നിനോടും അയാൾക്ക് വിരോധമില്ല. അതേസമയം പൂർണ്ണമായി ഉപനിഷത്ത് പറയുന്ന സത്യത്തിനെ ദർശിച്ച ആളാണ് സമ്യക് ദർശിയും തത്വദർശിയും. അതുകൊണ്ടാണ് ജ്ഞാനിനഹ തത്വദർശിനഹ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. തത്വദർശികളായിട്ടുള്ള ജ്ഞാനികളിൽ നിന്നും ഈ സത്യത്തിനെ ചോദിച്ച് മനസ്സിലാക്കുക. എന്തു ചോദിക്കണം? എന്താണ് മോക്ഷം? എന്താണ് ബന്ധം? ഞാൻ ആരാണ്? എങ്ങനെ സത്യത്തിനെ കണ്ടെത്തും? സംശയങ്ങൾ പലതും സാധകന് വരും. ഏകദേശമാണ് പറയുന്നത്. പല കാര്യങ്ങളും വരും. ചിലപ്പോ സംശയം നമുക്ക് പറയാനേ അറിയില്ല. നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒന്നായിരിക്കും, പുറത്തു പറയണത് വേറെ ഒന്നായിരിക്കും. അപ്പൊ ഈ കൂട്ടി ഒരശൽ വേണം. പതുക്കെ 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 യു എക്സ്പ്രസ് യുവർ സെൽഫ്. എക്സ്പ്രഷൻ മാത്രം മതി. ജ്ഞാനികൾ ശരീരികളെയല്ല, അവർ ബോധസ്വരൂപികളാണ്. ദേഹം പോലെ കാണുന്നുവെങ്കിലും അവരിൽ ചേതന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ വാസന, നമ്മളുടെ അജ്ഞാനം, നമ്മളുടെ ദൗർബല്യങ്ങളൊക്കെ ആ സാന്നിധ്യത്തിൽ തുറന്നാൽ മാത്രം മതി. അതൊക്കെ തന്നെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ ഇല്ലാതായിക്കോളും. അവരൊന്നും പറയണമെന്ന് പോലുമില്ല.